ഇന്ന് നമുക്ക് ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ജനനായകൻ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ അറിഞ്ഞാൽ മതി എന്നുള്ളവർ മാത്രം കാണുക. ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് മധുരയിലെ സെൻട്രൽ ജയിൽ കാണിച്ചുകൊണ്ടാണ്. സെൻട്രൽ ജയിലിലേക്ക് പുതുതായി 15 തടവുകാരെ കൊണ്ടുവരുന്നു. അത് കാണുന്ന ജയിലർക്ക് വല്ലാതെ ടെൻഷൻ ആവുകയാണ്. കാരണം ഈ 15 പേരെയും കൊണ്ടുപോകുവാൻ പോകുന്ന ബ്ലോക്കില് ഒരു ബിസിനസ് മാൻ ഉണ്ട്. അയാളുടെ ജീവൻ ആപത്താകുമോ എന്ന പേടിയായിരുന്നു ജയിലർക്ക്. എന്നാൽ അവിടെയുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥർ പറയുന്നത്, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതേ ബ്ലോക്കിൽ തന്നെയാണ് നമ്മുടെ ദളപതി ഉള്ളത്, അവൻ അവരുടെ കാര്യം നോക്കിക്കോളുമെന്നാണ് പോലീസുകാരുടെ മറുപടി. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ദളപതിയെ കാണിക്കുന്നത്. ഈ വന്ന 15 പേരും കാരണം ആ ബിസിനസ്മാന്റെ ജീവന് ആപത്തുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ അവിടേക്ക് വരുന്ന ദളപതി ആ 15 പേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയും ബിസിനസ്സുകാരനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ജയിലർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. കാരണം ദളപതി അങ്ങനെ റിസ്ക് എടുത്താണല്ലോ ബിസിനസ്സുകാരന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ദളപതി, എന്താണ് അവന് സംഭവിച്ചത്, എങ്ങനെയാണ് അവൻ ജയിലിലേക്ക് വന്നതെന്നൊക്കെ അന്വേഷിക്കുവാനായിട്ടും തീരുമാനിക്കുന്നു. ദളപതിയുടെ യഥാർത്ഥ പേര് ദളപതി വെട്രികൊണ്ടാൻ. ടി.വി.കെ എന്നുമാണ് ദളപതിയെ അറിയപ്പെടുന്നതും. ദളപതി ജയിലിലേക്ക് വരുവാനായിട്ടുള്ള കാരണം ദളപതിയുടെ അമ്മ തന്നെയാണ്. ദളപതിയുടെ അമ്മ തന്റെ മകനാണ് ആ ഒരു തെറ്റ് ചെയ്തതെന്നും അവനെ അറസ്റ്റ് ചെയ്യുവാനായിട്ടും പറഞ്ഞതുകൊണ്ടും മകനെതിരായിട്ട് മൊഴി കൊടുത്തതും കൊണ്ടാണ് ദളപതി ഇപ്പോൾ ജയിലിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദളപതിയുടെ ജീവിതത്തിൽ എന്തോ വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ജയിലർക്ക് മനസ്സിലായി. എന്നാൽ ഇപ്പോൾ ദളപതിയുടെ അമ്മ സുഖമില്ലാതായി കിടക്കുകയാണ്. ദളപതിയെ തന്റെ അമ്മയെ കാണുവാനായിട്ട് അനുവദിക്കണമെന്ന് ദളപതിയുടെ നാട്ടുകാരും ദളപതിയുടെ കുറച്ച് കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ജയിലറോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ജയിലറാണെങ്കിലോ ദളപതിക്ക് തന്റെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ദളപതി നേരെ തന്റെ വീട്ടിലേക്ക് എത്തുന്നു. അമ്മയ്ക്കാണെങ്കിലോ ഒട്ടും വയ്യ, കിടപ്പിലാണ്. ദളപതിയെ കണ്ട അമ്മ, നിന്നെ കാണാൻ കഴിയുമെന്ന് കരുതിയില്ല, നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും അമ്മ പറയുന്നു. അതോടുകൂടി ദളപതിയുടെ മടിയിൽ കിടന്നു തന്നെ അമ്മ മരണപ്പെട്ടു പോവുകയാണ്. അതോടുകൂടി ദളപതി ആകെ തകർന്നു പോകുന്നു. അമ്മയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ദളപതി നേരെ ജയിലിലേക്ക് തിരികെ എത്തും. ജയിലിലെത്തിയിട്ടും ദളപതി വല്ലാത്ത സങ്കടത്തിലായിരുന്നു. എന്നാൽ അവിടെ ജയിലറുടെ മകളായിട്ടുള്ള വിജിയുണ്ട്. വിജിയും ദളപതിയും നല്ല കൂട്ടാവുകയാണ്. വിജി ദളപതിയോട് പറയുന്നത്, അമ്മ മരിച്ചുപോയതിന്റെ സങ്കടമാണോ, ഇനി മുതൽ ഞാനാ നിന്റെ അമ്മ എന്നതായിരുന്നു. അത് കേൾക്കുന്നതോടുകൂടി ദളപതിക്ക് ഒരുപാട് സന്തോഷമാകും. അന്നു മുതൽ ദളപതിക്ക് വിജിയോട് ഒരുപാട് സ്നേഹവും തോന്നുകയാണ്. വിജിയുടെ കഥ നോക്കുകയാണെങ്കിൽ വിജിയുടെ അമ്മ അവളുടെ കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയതാണ്. അച്ഛനായിട്ടുള്ള ജയിലറാണ് അവളുടെ കാര്യമൊക്കെ നോക്കി ഇത്രയും നാൾ വളർത്തിയതും. വിജിയുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം വിജിയെ നന്നായിട്ട് പഠിപ്പിച്ച് ഒരു ആർമി ഉദ്യോഗസ്ഥയാക്കുക എന്നതായിരുന്നു. എന്നാൽ വിജിക്ക് ഒരു പ്രശ്നമുണ്ട്. വിജിയുടെ കൺമുന്നിൽ വെച്ചാണ് വിജിയുടെ അമ്മ മരണപ്പെട്ടത്. മരണപ്പെട്ടതല്ല, കൊല്ലപ്പെട്ടത്. വിജിയുടെ കൺമുന്നിൽ വെച്ചാണ് ബ്ലാസ്റ്റ് സംഭവിച്ചതും അമ്മ മരണപ്പെട്ടു പോകുന്നതും. അന്നു മുതൽ തന്നെ വിജിക്ക് ഫയർ ഫോബിയുണ്ട്. ഫയർ ഫോബിയ മാത്രമല്ല, അവൾക്ക് ചെറിയൊരു ശബ്ദം കേട്ടാൽ വരെ വല്ലാത്ത പേടിയാണ്. അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ ആർമി ഉദ്യോഗസ്ഥയാക്കാനാണെന്നാണ് ജയിലർ ചിന്തിക്കുന്നതും. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ദളപതിക്ക് ജയിലിലെ ഏക ആശ്വാസം വിജയായിരുന്നു. അങ്ങനെ ഇരിക്കെ സ്വാതന്ത്ര്യദിനം എത്തുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന് ജയിലിൽ നല്ല പ്രവൃത്തികളൊക്കെ കാഴ്ചവെക്കുന്ന നല്ല പെരുമാറ്റമൊക്കെ ഉള്ളവരെ റിലീസ് ചെയ്യും. ആ കൂട്ടത്തിൽ ദളപതിയുടെ പേരുമുണ്ടായിരുന്നു. ദളപതി റിലീസാകുവാനായിട്ടുള്ള കാരണം ജയിലർ ആയതുകൊണ്ട് തന്നെ ജയിലറിനെ കാണുവാൻ വേണ്ടിയിട്ടാണ് ദളപതി ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എത്തുന്നത്. എന്നാൽ ജയിലർ ആണെങ്കിലോ കമ്മീഷണർ ഓഫീസിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് റെഡിയാകുന്ന സമയം വിജയെ ദളപതിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് കമ്മീഷണർ ഓഫീസിലേക്ക് ജയിലർ പോകുന്നത്. എന്നാൽ പിന്നീട് അറിയുന്നതോ, പോകുന്ന വഴിയിൽ വെച്ച് ജയിലർക്ക് ആക്സിഡന്റ് ആയി ജയിലർ മരണപ്പെട്ടു പോയി. അതോടുകൂടി വിജി ഒറ്റയ്ക്കായി പോവുകയാണ്. മരണാനന്തര ചടങ്ങുകളെല്ലാം നല്ല രീതിക്ക് കഴിയുന്നു. വിജിക്ക് അച്ഛനുമില്ല, ഇപ്പോൾ അമ്മയുമില്ല. അവൾ ഇനി ഒറ്റയ്ക്കാണ്. അവളുടെ കാര്യം താൻ നോക്കണം. തന്റെ ഒരു സ്വന്തം മകളെ പോലെ കണ്ട് വിജിയെ വളർത്തണമെന്നും ദളപതി തീരുമാനിക്കുന്നു. അങ്ങനെ ദളപതി പിന്നീട് അങ്ങോട്ട് വിജിയുടെ കാര്യമൊക്കെ നന്നായിട്ട് നോക്കുന്നു. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് വിജിയുടെ കാര്യങ്ങളൊക്കെ ദളപതി നോക്കുന്നത്. വിജി ദളപതിയോട് ചോദിക്കുന്നത് ദളപതിയെ എന്തെന്ന് വിളിക്കണമെന്നാണ്. ചിറ്റപ്പൻ എന്ന് വിളിക്കുവാനായിട്ടാണ് ദളപതി വിജിയോട് പറയുന്നത്. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വിജിയുടെ പേടി മാറ്റണം. അവളുടെ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ അവളെ ഒരു ആർമി ഉദ്യോഗസ്ഥയാക്കി മാറ്റണമെന്നും ദളപതി തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കുട്ടിക്കാലത്തെ വിജിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സീൻ അവിടെ കട്ടായി ആഫ്രിക്കയിലെ സെൻട്രൽ ജയിലാണ് കാണിക്കുന്നത്. സെൻട്രൽ ജയിലില് ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ജോൺ ഉണ്ട്.
ജോണിനെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് രാത്രിക്ക് രാത്രി തന്നെ ജോണിന്റെ കൂട്ടാളികൾ ജയിൽ ആക്രമിക്കുന്നു. ജയിലിലുണ്ടായിരുന്ന ഒട്ടുമിക്ക പേരുടെയും കഥ കഴിച്ച് ജയിലും തീയിട്ടതിനു ശേഷമാണ് ജോണും കൂട്ടരും അവിടെ നിന്ന് പോകുന്നത്. ജോണിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം OM എന്ന പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൽ എതിർപ്പ് നിന്ന ആഫ്രിക്കൻ ഗവൺമെന്റിനെ തന്നെ ജോൺ നശിപ്പിച്ചു. ആഫ്രിക്ക എന്ന രാജ്യത്തെ തന്റെ കൺട്രോൾ കൊണ്ടുവരികയും ആ രാജ്യത്തെ നാശത്തിലേക്ക് തള്ളിവിട്ടതും ജോണാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി ദേ നമ്മുടെ വിജിയെയും ദളപതിയെയും കാണിക്കുന്നു. കാലങ്ങൾ കടന്നു പോകെ വിജി ഇപ്പോൾ വളർന്ന് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയായി മാറിയിരിക്കുകയാണ്. വിജിക്ക് കോളേജിൽ ചെറിയ ലൈനൊക്കെയുണ്ട്. ദളപതി സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തി സുഖമായി ജീവിക്കുന്നു. അങ്ങനെയിരിക്കെ വിജിയും കൂട്ടുകാരിയും കോളേജിൽ നിന്നും സിനിമയ്ക്ക് പോകുവാനായും തീരുമാനിച്ചു. വിജി തന്റെ കാമുകനായ കാർത്തികിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അവൻ വരുന്നില്ല. അതുകൊണ്ട് കൂട്ടുകാരിക്കൊപ്പമാണ് വിജി സിനിമയ്ക്ക് പോകുന്നതും. പോകുന്ന വഴിയില് വെള്ളമടിച്ച് ബോധമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ വിജി വരുന്നത് കണ്ട് തന്റെ ഡോറ് തുറക്കുന്നു. അതോടുകൂടി ഡോറിലിടിച്ച് വിജിയും കൂട്ടുകാരിയും തറയിൽ വന്ന് വീഴുകയാണ്. വിജിയെ കണ്ടപ്പോഴേ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വല്ലാത്ത നോട്ടമാണ്. കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ വിജിയെ തന്റെ ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. വിജിയുടെ കൂട്ടുകാരി ഈയൊരു വിവരം ജേർണലിസ്റ്റും തന്റെ ആന്റിയുമായിട്ടുള്ള കയലിനെ വിളിച്ചറിയിക്കുന്നു. കയലിനാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് ഈ ഒരു വിവരം പറയുന്നു. ആ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലോ വിജിയെ കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് വിജി തന്റെ കൂടെയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഇല്ല എന്നാണ് അയാൾ കള്ളം പറയുന്നത്. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിജി അയാൾക്കൊപ്പം ഇല്ലല്ലോ എന്ന് പറയുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുകയാണ്. കയൽ ഉടനെ തന്നെ വന്ന് ദളപതിയോട് ഈ ഒരു വിവരം പറയും. ദേഷ്യമെന്ന് ദളപതി ഉടനെ തന്നെ വിജിയെ കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് എന്റെ മകൾ നിനക്കൊപ്പമുണ്ടല്ലേ, ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ നീ നിന്റെ കൂടെയുള്ളവരോട് തന്നെ അന്വേഷിച്ച് നോക്കുവാനായിട്ടും ദളപതി പറയുന്നു. അത് കേട്ട പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് ദളപതിയെ കുറിച്ച് അന്വേഷിക്കും. അവർ പറയുന്നതെല്ലാം കേട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വല്ലാതെ ഷോക്കായി പോവുകയാണ്. ഉടനെ തന്നെ ദളപതിയെ തിരികെ വിളിച്ചിട്ട് നിങ്ങളുടെ മകളെ ഞാൻ കൊണ്ടുപോയത് ഒരു അബദ്ധം പറ്റിപ്പോയതാ, ഉടനെ തന്നെ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ എന്റെ മകൾ സിനിമ കാണണമെന്നൊന്ന് ആഗ്രഹിച്ചു, അവളെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകുവാനായിട്ടാണ് ദളപതി മറുപടി പറയുന്നത്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിജയെ ഒറ്റയ്ക്ക് തിയേറ്ററിൽ കൊണ്ടുപോയി സിനിമയൊക്കെ കാണിപ്പിക്കുന്നു. ആ തിയേറ്ററിൽ വിജി മാത്രമാണുള്ളത്. എന്നിട്ട് അവളെ നേരെ വീട്ടിലേക്കും കൊണ്ടുവരും. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, എന്നോടൊന്ന് ക്ഷമിക്കണേ, ഇനി ഞാൻ ഇതുപോലെ ആരോടും പെരുമാറില്ല എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു നിമിഷമൊക്കെ കണ്ടിട്ട് കയലൊക്കെ വല്ലാതെ ഷോക്കായി പോകുന്നു. കാരണം ദളപതിയെ കണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വരെ പേടിക്കുന്നു. വിജിയും ആ ഒരു നിമിഷമൊക്കെ കണ്ടിട്ട് വല്ലാതെ അത്ഭുതത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആ ഒരു സംഭവത്തോടു കൂടി കയലിന് ദളപതിയോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നു. കൊള്ളാലോ ആളിനെ ഒന്ന് വളച്ചാലോ എന്നൊക്കെ കയലിന് തോന്നുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി മറ്റൊരു വശത്ത് ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുന്ന ഒരു കപ്പൽ കാണിക്കുന്നു. എന്നാൽ ആ ഒരു കപ്പലിനെ കുറച്ചു പേർ ചേർന്ന് ഹൈജാക്ക് ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല ജോണും കൂട്ടരുമായിരുന്നു. ഈ ഒരു വിവരം ഇന്ത്യൻ ആർമി അറിയും. ഉടനെ തന്നെ അവർ കപ്പലിനെ ലക്ഷ്യമാക്കി പോകുന്നു. കപ്പലിനടുത്തേക്ക് എത്തിയ ഇന്ത്യൻ ആർമി സൈന്യവും ജോണിന്റെ കൂട്ടരും തമ്മിൽ വലിയ ഫൈറ്റ് തന്നെ നടക്കും. ആ ഫൈറ്റിനൊടുവിൽ കപ്പലും ബ്ലാസ്റ്റ് ചെയ്യിച്ചിട്ടാണ് ജോണും കൂട്ടരും അവിടെ നിന്ന് പോകുന്നത്. കപ്പൽ ബ്ലാസ്റ്റ് ആയതും കപ്പലിലെ കുറെ സാധനങ്ങളൊക്കെ കരയ്ക്കടിയുവാനായും തുടങ്ങി. കരയ്ക്കടിഞ്ഞതിൽ കൂടുതലും ടെഡി ബിയർ പാവകളായിരുന്നു. അത് കാണുന്ന ആർമി സൈന്യം ചിന്തിക്കുന്നത് കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാധനങ്ങളാണല്ലോ കരയ്ക്കടിഞ്ഞത്. ഈ ടെഡി ബിയർ പാവകളൊക്കെ എങ്ങനെ അതിൽ വന്നുവെന്നാണ് അവർ ചിന്തിക്കുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് ദളപതിക്ക് ആകെ പ്രശ്നം. വിജയാണെങ്കിലോ ആർമി ട്രെയിനിങ്ങിന് പോകുവാനായിട്ട് ഒട്ടും തന്നെ സമ്മതിക്കുന്നതേയില്ല. കുറെ വർഷങ്ങളായിട്ട് വിജിയെ കൊണ്ട് ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പുവെപ്പിക്കാൻ ദളപതി ശ്രമിക്കുന്നു. പക്ഷേ വിജി ഒട്ടും ഒപ്പുവെക്കുന്നതേയില്ല. അങ്ങനെ ഇരിക്കെ ദളപതിയുടെ ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയൽ വരികയാണ്. രണ്ട് കുട്ടികൾ സൂപ്പർ മാർക്കറ്റിൽ അടികൂടിക്കൊണ്ട് നിൽക്കുന്നത് കയൽ കാണുന്നു. കുട്ടികളെ സമാധാനിപ്പിക്കുന്നത് കയലാണ്. അതിൽ നിന്നും കയൽ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ദളപതിക്ക് മനസ്സിലായി. വിജയെ എങ്ങനെയെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പിട്ട് വാങ്ങിപ്പിക്കണം. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ ദളപതി കയലിനോട് പറയുന്നു. ദളപതി പറഞ്ഞതനുസരിച്ച് കയൽ വിജയോട് സംസാരിക്കുവാനായും എത്തിയിരിക്കുകയാണ്. വിജയ ഒരു ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാണ് കയൽ അവളോട് സംസാരിക്കുന്നത്. എന്നാൽ വിജിക്കാണെങ്കിലോ ഒട്ടും തന്നെ ആർമി ട്രെയിനിങ്ങിന് പങ്കെടുക്കുവാനായിട്ട് താല്പര്യമേ ഇല്ല. അത് മനസ്സിലാക്കിയ കയൽ പറയുന്നത്
നീ എന്തായാലും ഒരു കാര്യം ചെയ്. നീ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പുവെയ്. എന്നിട്ട് ആർമി ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്. അവസാനം ഫിസിക്കൽ ടെസ്റ്റിൽ നീ മനഃപൂർവ്വം അങ്ങ് തോൽക്കണം. അതേ ഉള്ളൂ ഒരു വഴിയെന്നും കയൽ പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് വിജയ് ഒപ്പുവെക്കുകയും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ട്രെയിനിങ് ഒക്കെ വളരെ കഷ്ടപ്പാടാണ്. വിജിക്കാണെങ്കിലോ ആകെ മടുത്തു തുടങ്ങിയിരുന്നു. അങ്ങനെ വിജിയുടെയും ദളപതിയുടെയും കയലിന്റെയും ഒക്കെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഒരു ദിവസം വിജി പാവക്കടയിലുണ്ടായിരുന്ന ചുവന്ന ടെഡി ബിയറിനെ കണ്ട് വല്ലാതെ അലറി വിളിച്ച് കരയുന്നു. അത് കാണുന്ന ദളപതിക്ക് ഈ ഒരു പാവയെ കണ്ടതും അവൾക്ക് എന്ത് സംഭവിച്ചു പെട്ടെന്നൊക്കെ ദളപതി ചിന്തിക്കുന്നു. വിജിയെ ഉടനെ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഡോക്ടർ പറയുന്നത് വിജിക്ക് മുൻപെന്തോ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കാണാം. അവളുടെ കൺമുന്നിൽ വെച്ച് നടന്ന ആ ഒരു പ്രശ്നത്തെ തുടർന്നാണ് വിജിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യം കണ്ടെത്തണമെന്നും ദളപതിയോട് ഡോക്ടർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചുവന്ന ടെഡി ബിയറിനെ കാണുമ്പോൾ വിജി എന്തിനായിരിക്കും ഇങ്ങനെ കരയുന്നതെന്നൊക്കെ ദളപതി ചിന്തിക്കുന്നു. അവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നത്. വിജിയുടെ അമ്മ അവൾ കുട്ടിയായിരുന്ന സമയത്ത് കടയിൽ നിന്നും അവൾക്ക് ഇതേ ചുവന്ന ടെഡി ബിയർ വാങ്ങിക്കൊടുത്തു. ആ ടെഡി ബിയറിനുള്ളിലായിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം കണ്ടതോടുകൂടി അമ്മ ഷോക്കായി പോവുകയാണ്. ഈ ഒരു കാര്യം താൻ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജീവന് തന്നെ ആപത്താകുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലും അമ്മ ഈ ഒരു കാര്യം പുറത്തു പറയുകയാണ്. അതോടുകൂടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ വീട് ആക്രമിക്കുന്നു. അതും ജയിലർ ഇല്ലാത്ത തക്കത്തിന്. എന്നിട്ട് വിജിയുടെ കൺമുന്നിൽ വെച്ച് തന്നെ വിജിയുടെ അമ്മയെ കൊളുത്തിയിട്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. തന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അമ്മ മരണപ്പെട്ടു പോകുന്നത് വിജി കണ്ടു. അന്നു മുതലാണ് വിജിയുടെ അവസ്ഥ ഇങ്ങനായി മാറിയത്. അന്നു മുതൽ ആ ഒരു ചുവന്ന ടെഡി ബിയറിനെ കണ്ടു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം വിജിക്ക് ഓർമ്മ വരും. ഡോക്ടർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടുന്ന ദളപതിക്ക് പണ്ട് ജയിലർ പറഞ്ഞിരുന്ന ഒരു കാര്യം ഓർമ്മ വരുന്നു. തന്റെ വീട്ടിൽ ഒരു മുറി മാത്രം തുറക്കരുത്, അത് തന്റെ ഭാര്യയുടെ സാധനങ്ങളാണെന്ന് ജയിലർ പറഞ്ഞിരുന്നു. അത് ഓർമ്മ വന്ന ദളപതി ഉടനെ തന്നെ തന്റെ വീട്ടിലേക്ക് പോകും. ജയിലർ പറഞ്ഞിരുന്ന പൂട്ടിയിരുന്ന ആ ഒരു മുറി ദളപതി തള്ളി തുറക്കുന്നു. ആ മുറി പരിശോധിക്കുന്ന സമയത്തോ മുറിക്കുള്ളിൽ നിന്നും വിജി കണ്ട് പേടിച്ച അതേ ടെഡി ബിയർ കിട്ടുന്നു. ടെഡി ബിയറിനുള്ളിൽ നിന്നും ഒരു തോക്കും ദളപതി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ കളിക്കുന്ന പാവയ്ക്കുള്ളിൽ എങ്ങനെ ഈ തോക്ക് വന്നു എന്നുള്ള കാര്യമൊക്കെ ദളപതി ചിന്തിക്കുന്നു. മറ്റൊരു വശത്ത് കരക്കിടഞ്ഞ പാവകളുടെ കൂട്ടത്തിൽ റിമോട്ടും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മനസ്സിലാക്കുന്ന കുറച്ച് സയന്റിസ്റ്റുമാർ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അതിൽ നിന്നും റിമോട്ട് കൺട്രോൾ വാറാണ് നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം സയന്റിസ്റ്റുമാർക്ക് മനസ്സിലാകുന്നു. ഈ ഒരു വിവരം ഇന്ത്യൻ ഗവൺമെന്റിനെ അറിയിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം അറിയുന്ന ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ജോൺ കുറച്ച് പോലീസുകാരെ തന്റെ കൈവശമെടുക്കുകയാണ്. ഈ ഒരു വിവരം അറിയാവുന്ന ബാക്കിയുള്ളവരെ എല്ലാവരെയും കൊന്നൊടുക്കുക, ഇത് മാത്രമായിരുന്നു ജോണിന്റെ ലക്ഷ്യവും. ജോണും കൂട്ടരും ഈ ഒരു വിവരം അറിഞ്ഞ എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും കഥ കഴിക്കുകയാണ്. എന്നാൽ അതിൽ ഖലീൽ എന്നൊരു ശാസ്ത്രജ്ഞൻ മാത്രം ജോണിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. മറ്റൊരു വശത്ത് കയലിനെയാണ് കാണിക്കുന്നത്. കയൽ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ തീരെ തടഞ്ഞ ടെഡി ബിയറിനെ കുറിച്ചുള്ള കാര്യമൊക്കെ കയൽ അറിയുന്നു. ഇത്രയും ടെഡി ബിയറുകൾ എങ്ങനെയാ ഒരു കപ്പലിൽ വന്നത്, അതിന് പിന്നിൽ എന്തായിരിക്കുമെന്നൊക്കെ കയൽ അന്വേഷിക്കുവാനായും തീരുമാനിക്കുന്നു. അപ്പോൾ ഏകദേശം 50 ലക്ഷത്തോളം ടെഡി ബിയറുകൾ ഒരു കമ്പനി നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കയൽ അറിയുന്നു. ഈ ഒരു വിവരമൊക്കെ ദളപതിയോട് പറയുകയാണ്. 50 ലക്ഷം പാവകൾ ആ ഒരു കമ്പനി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം 50 ലക്ഷം തോക്കുകൾ ഉണ്ടെന്നാണെന്നുള്ള കാര്യം ദളപതിക്ക് മനസ്സിലായി. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനിയെക്കുറിച്ച് അറിയുവാനായിട്ടും ദളപതിയും കയലും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ അന്വേഷിക്കുന്ന സമയത്ത് ഈ ഒരു കമ്പനിക്ക് ഓരോ സ്റ്റേറ്റിലും ഓരോ ഹെഡുണ്ട്. എന്നാൽ അവരെല്ലാവരും ഇപ്പോൾ രാഷ്ട്രീയക്കാരാണ്. അവർക്ക് ഒരുപാട് പണവും പിടിപാടുകളും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ദളപതിക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന് വരാൻ പോകുന്നത് വലിയൊരു പ്രശ്നമാണെന്നും ദളപതിക്ക് മനസ്സിലായി. ഒരുപാട് സ്ഥലങ്ങളിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കുമെന്നും ദളപതിക്ക് മനസ്സിലായി. ജോണിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ആ ഒരു സയന്റിസ്റ്റായ ഖലീലാണെങ്കിൽ തന്റെ കണ്ടെത്തലുകളെല്ലാം കൂടി ഒരു റിപ്പോർട്ടാക്കി മാറ്റുന്നു. അതെങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കണം, അതായിരുന്നു ഖലീലിന്റെ ലക്ഷ്യം. പക്ഷെ ആ കൂട്ടത്തിലും ജോണിന്റെ ആളുകൾ കാണുമെന്ന പേടി ഖലീലിന് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു ഫയൽ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അതുവഴി വിജി പോകുന്നത്. വിജിയെ കണ്ട ഖലീൽ ഇതൊരു പ്രധാനപ്പെട്ട ഫയലാണ്, മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് വിജിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. വിജിക്കാണെങ്കിൽ ആ ഒരു ഫയലിന്റെ സീരിയസ്നെസ് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവൾ ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇതൊരു പ്രധാനപ്പെട്ട ഫയലാണ്, സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. മുഖ്യമന്ത്രിയും ജോണിന്റെ ആളായിരുന്നു. മുഖ്യമന്ത്രി ഉടനെ തന്നെ ജോണിനെ വിളിച്ചിട്ട് ആ ഖലീലാണ് ഫയൽ കൊടുത്തുവിട്ടത്, കൊണ്ടുവന്നത് ഒരു പെൺകുട്ടിയും. ഖലീലിന്റെയും ആ പെൺകുട്ടിയുടെയും കഥ കഴിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെടും. അങ്ങനെ ജോണാണെങ്കിൽ വിജിയുടെ കഥ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചു പേരെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. മറ്റൊരു വശത്ത് വിജിയാണ് കാണിക്കുന്നത്. വിജിക്കാണെങ്കിൽ ആർമി ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് മടുത്തിരിക്കുന്നു.
പറയുന്നു. അവൾക്കിനി അതിനൊന്നും താല്പര്യമില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വിവാഹം കഴിക്കണമെന്നും അവൾ തീരുമാനിക്കും. വിജി തന്റെ കാമുകനായ കാർത്തിക്കിനോട് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുവാനായും ആവശ്യപ്പെട്ടു. കാർത്തിക് തന്റെ അച്ഛനെയും അമ്മയും കൂട്ടി വിജിയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ഈ കാർത്തിക്കിന്റെ അച്ഛനാണെങ്കിലോ വളരെ അപമാനിക്കും വിധമാണ് സംസാരിക്കുന്നത്. അത് പ്രത്യേകിച്ചും സ്ത്രീകളെ അപമാനിക്കും വിധം. സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ളവരാണെന്നും എന്തിനാ വിജയെ ആർമി ട്രെയിനിങ്ങിനൊക്കെ പറഞ്ഞു വിടുന്നത്? അവളെ ഞങ്ങൾക്ക് കെട്ടിച്ചു തന്നു കഴിഞ്ഞാൽ അവൾ എന്റെ മകന്റെ കാര്യവും നോക്കും, വീട്ടിലെ കാര്യവും നോക്കി സുഖമായി ജീവിക്കുമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അത് കേട്ടതും ദളപതിക്ക് വല്ലാതെ ദേഷ്യം വരും. ദളപതി അവരുടെ അച്ഛനെ വഴക്ക് പറയുകയും ആർമി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പഴയതുപോലുള്ള ഇഷ്ടം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ വിവാഹം നോക്കാമെന്ന് പറഞ്ഞ് അവരെ അപമാനിച്ച് പറഞ്ഞു വിടുന്നു. വിജിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. നീ ഇയാളുടെ അടുത്ത് നിന്നും പുറത്തു വന്നാൽ മാത്രമേ നീ ആഗ്രഹിക്കും വിധം നിനക്ക് ജീവിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടാണ് കാർത്തിക് അവിടെ നിന്ന് പോകുന്നത്. അത് കാരണം വിജിക്ക് വല്ലാതെ ദേഷ്യം വരും. എന്റെ കാര്യത്തിൽ ഇനി നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ദളപതിയോട് സംസാരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും ആർമി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതുമില്ല. ദളപതി പറയുന്നതൊന്നും കേൾക്കാതെ കാർത്തിക്കിനൊപ്പമാണ് അവൾ പോകുന്നതും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ജോണിന്റെ ആളുകളെല്ലാവരും വിജിയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വരുന്നത്. വിജിയുടെ വീടിന് മുന്നിലെത്തിയിരിക്കുകയാണ്. അതേസമയം വീടിന് മുന്നിലിരിക്കുകയായിരുന്ന ദളപതിയെ കാണുന്നു. കൂട്ടത്തിൽ ഒരാൾക്ക് ദളപതിയെ നന്നായിട്ട് അറിയാം. ഇയാളുടെ മോളായിരുന്നു ഈ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പറയുന്നു. ആ പയ്യന് ദളപതിയെ നന്നായിട്ടറിയാം. പേടിയോടുകൂടിയാണ് ദളപതിയുടെ കാര്യങ്ങൾ പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിലുള്ളവരെ എല്ലാവരെയും ഒഴിപ്പിക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് കുറച്ചു പേർ ഗ്രാമത്തിലേക്ക് കടന്നു. ഗ്രാമത്തിലുള്ള ആരും ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്തതുകൊണ്ട് ഓരോരുത്തരെയായിട്ട് കൊന്നൊടുക്കുവാനായിട്ടും തുടങ്ങി. അവരെ അവിടെ കെട്ടിത്തൂക്കി നിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇത് ദളപതി കണ്ടുകൊണ്ടുവരുന്നു. ദളപതിയുടെ ഗ്രാമമായിരുന്നു അത്. ദളപതി അത് ചെയ്തവന്മാരെ എല്ലാവരെയും പിടികൂടുകയും അവരുടെ കഥ കഴിക്കുകയും എങ്ങനെയാണോ ഗ്രാമത്തിലുള്ളവരോട് ചെയ്തത് അതുപോലെ തന്നെയാണ് ദളപതിയും ചെയ്തതെന്നുള്ള കാര്യമാണ് ദേ ആ ഗുണ്ടയായിട്ടുള്ള പയ്യൻ തന്റെ കൂട്ടാളികളോട് പറയുന്നത്. ആ പെൺകുട്ടി ദളപതിയുടെ മകളാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവളെ ഒറ്റയ്ക്ക് കിട്ടണമെന്നും ഗുണ്ടകൾ പ്ലാൻ ചെയ്യുന്നു. അടുത്ത ദിവസം വിജി കോളേജിലേക്ക് എത്തുകയാണ്. വിജിയുടെ ഒരു കൂട്ടുകാരനെയാണ് അവളെ കൂട്ടുകൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതും. വിജിയുടെ കോളേജിൽ പഠിക്കുന്ന പയ്യൻ വിജിക്ക് അടുത്തേക്ക് എത്തിയിട്ട് കാർത്തിക്കിന് നിന്നെ കാണണം, അവന്റെ സ്ഥലത്തേക്ക് കൂട്ടുകൊണ്ട് വരുവാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് വിജി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ ഈ ഒരു വിവരം വിജിയുടെ കൂട്ടുകാരി വന്ന് ദളപതിയോട് പറയുകയാണ്. ദളപതി വിജിയെ പിക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് എത്തിയ സമയം. എന്നാൽ ദേ അവിടെ കാർത്തിക് നിൽക്കുന്നുണ്ട്. പിന്നെ ആരെ കാണുവാൻ വേണ്ടിയിട്ടാണ് വിജിയെ കൂട്ടിക്കൊണ്ടു പോയതെന്നും ദളപതി ചിന്തിക്കുന്നു. എന്തൊക്കെയോ വശപിശക്ക് ദളപതിക്ക് തോന്നുകയാണ്. ദളപതി വിചാരിച്ചതുപോലെ തന്നെ ദേ വിജിയെ കൊണ്ടുവന്ന ആ പയ്യൻ ഗുണ്ടകളുടെ കൈവശം ഏൽപ്പിക്കുന്നു. എന്നാൽ ആ ഗുണ്ടകളാണെങ്കിലോ വിജിയുടെ കൺമുന്നിൽ വെച്ച് തന്നെ ആ പയ്യന്റെയും കഥ കഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവളോട് ഖലീൽ എവിടെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏത് ഖലീൽ, തനിക്ക് അങ്ങനെയുള്ള ആളിനെയും അറിയില്ല എന്നാണ് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്. അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു രക്ഷകനായ ദളപതി അവിടേക്ക് എത്തുന്നത്. ദളപതി അവിടെയുണ്ടായിരുന്ന ഗുണ്ടകളെ എല്ലാവരെയും അടിച്ചു തകർക്കുകയും തന്റെ മകളെ രക്ഷിക്കുവാനായും ശ്രമിക്കും. എന്നാൽ ഇതെല്ലാം അവിടെയുണ്ടായിരുന്ന ക്യാമറ വഴി ജോൺ കാണുന്നുണ്ട്. ജോൺ ദളപതിയെ കണ്ടതും വല്ലാതെ ഷോക്കായി പോകുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ ഇവർക്കിടയിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് മധുരയിൽ കള്ളച്ചാരായ വിൽപ്പനയുണ്ടായിരുന്നു. ചാരായം കുടിച്ച് ഒരുപാട് പേർ മരണപ്പെട്ടു പോയി. ചാരായം വിറ്റത് അവിടുത്തെ ലോക്കൽ റൗഡിയായിട്ടുള്ള റോജയാണ്. ഈ റോജ മറ്റാരുമല്ല, ഇന്നത്തെ മുഖ്യമന്ത്രിയും. റോജയെ ആർക്കും തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞതേയില്ല. റോജയെ ആർക്കും തന്നെ പിടികൂടുവാനായിട്ട് കഴിയില്ല. അത്രയ്ക്കും ഗുണ്ടാബലമൊക്കെയുള്ള ആളാണ് റോജ. എന്നാൽ റോജയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ദേ പോലീസ് ഉദ്യോഗസ്ഥനായ ജോൺ എത്തുന്നു. ഈ ജോൺ മറ്റാരുമല്ല, ദേ ഇപ്പോഴത്തെ റൗഡിയായിട്ടുള്ള അതേ ജോൺ തന്നെയാണ്. ജോൺ നേരെ വരുന്നത് റോജയ്ക്കടുത്തേക്ക്. റോജയെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് മുതിരുന്ന സമയം തന്നെയായിരുന്നു റോജയുടെ കൂട്ടാളികളെല്ലാം ചേർന്ന് ജോണിന്റെ ഡ്രസ്സ് മുഴുവൻ അഴിച്ച് അപമാനിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. നഗ്നനായി ഇറങ്ങി വരുന്ന ജോൺ വല്ലാതെ അപമാനപ്പെട്ടു പോവുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ അത് വല്ലാതെ നാണക്കേടായി. അതോടുകൂടി ജോൺ വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോവുകയാണ്. കള്ളച്ചാരായം കുടിച്ച് മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ഫാമിലി വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. ഇതുവരെയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസുകാർക്കൊന്ന് അറസ്റ്റ് ചെയ്യുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഡിപ്പാർട്ട്മെന്റിനും ആകെ പ്രശ്നം. ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ആകെ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ACP ആയിട്ടുള്ള ദളപതി വെട്രിക്കൊണ്ടാൻ എന്നുള്ള കാര്യം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു. അങ്ങനെ അതേ സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കുവാൻ വേണ്ടിയിട്ട് എത്തുകയാണ് ദളപതി. ചാർജ് എടുത്ത ഉടനെ തന്നെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും വിധം ദളപതി ആരെയും പേടിക്കാതെ റോജയുടെ സാമ്രാജ്യത്തിലേക്ക് കടന്നു. എന്നിട്ട് തന്നെ എതിർക്കുന്നവരെ എല്ലാവരെയും തകർത്തതിന് ശേഷം റോജയെ അറസ്റ്റ് ചെയ്യുകയാണ്. അതോടുകൂടി ജനങ്ങൾക്ക് എല്ലാവർക്കും ദളപതിയോട് വലിയ സ്നേഹമായി.
റോജയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ദളപതി എല്ലാവരും തറയിൽ വെക്കാതെ കൊണ്ടു നടക്കുകയാണ്. എല്ലാവരുടെയും നേതാവായി മാറി ദളപതി എന്ന് തന്നെ പറയാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിനും അഭിമാനമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഒരു ചീത്ത കാര്യവും നടക്കുമല്ലോ. എന്തെന്നാൽ ജോണിന് വല്ലാതെ അപമാനമായിരിക്കുകയാണ്. ജോണിനെ അപമാനിച്ചാണല്ലോ പറഞ്ഞുവിട്ടത്. ഒരു നല്ലത് സംഭവിക്കുമ്പോൾ ഒരു മോശമായ കാര്യവും സംഭവിക്കുമല്ലോ. ജോണിന് താൻ ഇത്രയും പഠിച്ച് നല്ല പദവിയിലെത്തി യൂണിഫോമിൽ ചെന്നിട്ടും റോജ തന്നെ അപമാനിച്ചതോർത്ത് ആകെ ദേഷ്യവും സങ്കടവും. എല്ലാവരും തന്നെ പേടിക്കണം. ഇനി ഈ ഒരു യൂണിഫോം കൊണ്ട് ഒരു യൂസുമില്ല എന്ന് ചിന്തിച്ച ജോൺ റോജയുമായി കൈകോർക്കുന്നു. നാടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നാടിന്റെ പല ഭാഗങ്ങളിലും ബ്ലാസ്റ്റ് ഉണ്ടാക്കി. വലിയ പ്രശ്നം തന്നെ നടക്കുകയാണ്. ദളപതിക്ക് ഇതൊന്നും തടയാൻ കഴിഞ്ഞില്ല. ഇതിനെല്ലാം പിന്നിൽ ജോൺ ആണെന്നുള്ള കാര്യം ദളപതി മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ജോണിനടുത്തേക്ക് എത്തുന്നു. ഒരു പോലീസുകാരനായിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരനായിരുന്നാൽ ആരും തനിക്ക് വില തരുന്നില്ല എന്നതായിരുന്നു ജോണിന്റെ മറുപടി. വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ഫൈറ്റിനൊടുവിൽ ദളപതി ജോണിനെ ഷൂട്ട് ചെയ്യുകയാണ്. അതിലൂടെ മരണപ്പെട്ടുവെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ജോൺ ആഫ്രിക്കയിലേക്ക് കടന്നു. ആഫ്രിക്കയിലെത്തി അവിടെയുള്ള ഗ്യാങ്സ്റ്റേഴ്സിനെ എല്ലാവരെയും കയ്യിലെടുത്ത് ഗൺസൊക്കെ സപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് വലിയൊരു ഗ്യാങ്സ്റ്ററായി ജോൺ മാറുന്നു. ഈ ഒരു കാര്യമെല്ലാം വിജയ് അറിയുകയാണ്. ദളപതി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയ വിജിക്ക് ദളപതിയുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നിൽക്കാമെന്ന് തീരുമാനിച്ച് കല്യാണ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആർമി ട്രെയിനിങ്ങിനായിട്ടും ജോയിൻ ചെയ്യുന്നു. അതേസമയം ദളപതിയെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ജോൺ ഒരു കാര്യം പ്ലാൻ ചെയ്യും. ദളപതിയുടെ നാട്ടിലുള്ളവരെയൊക്കെ ടോർച്ചർ ചെയ്യുന്നു. അതിനായിട്ട് ഏർപ്പാടാക്കിയത് റോജയും കൂട്ടരെയുമാണ്. റോജയും കൂട്ടരും ഗ്രാമത്തിലുള്ളവരെ എല്ലാവരെയും വളരെ ദ്രോഹിക്കുക. ആ ഒരു വിവരം ദളപതി അറിയുന്നു. അവിടേക്കെത്തിയ ദളപതി റോജയും കൂട്ടരെയും തല്ലിച്ചതയ്ക്കുകയും തന്റെ കൺട്രോളിൽ അവരെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇനി എല്ലാ സത്യങ്ങളും തുറന്നു പറയാതിരുന്നാൽ ദളപതി തങ്ങളെ തല്ലിക്കൊല്ലുമെന്ന് പേടിച്ച് ജോണിന്റെ പ്രോജക്റ്റിനെ പറ്റി തുറന്നു പറയുന്നു. ആഫ്രിക്കയിലേക്ക് രക്ഷപ്പെട്ട ജോണിന് പൂർണ്ണമായും ആഫ്രിക്കയെ കൺട്രോൾ ചെയ്യാനായില്ല. അതുകൊണ്ട് ജാതി മതം എന്നിങ്ങനെയുള്ള പ്രശ്നമുണ്ടാക്കി നാടിനെ കൺട്രോൾ ചെയ്യുവാനായിട്ടും തീരുമാനിക്കുന്നു. ജനങ്ങളെ തന്റെ വരുതിക്ക് കൊണ്ടുവരികയാണ്. അതിലൂടെ മാത്രമേ ആ രാജ്യത്തെ കൺട്രോൾ ചെയ്യുവാനായി കഴിയൂ എന്നും ജോൺ തീരുമാനിക്കുന്നു. അതിനായിട്ട് പാവകളിലൂടെ ജനങ്ങളിൽ ഗൺസൊക്കെ സപ്ലൈ ചെയ്യുകയാണ്. അതിലൂടെ ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാക്കി ഗവൺമെന്റ് തകർക്കുക. ഇതായിരുന്നു ജോണിന്റെ ലക്ഷ്യം. അതിലൂടെ രാജ്യത്തെ കൺട്രോൾ ചെയ്യാനാകും. ഇതായിരുന്നു ആ ഒരു പ്രോജക്റ്റിന്റെ പ്ലാൻ. ആഫ്രിക്കയിൽ മാത്രമല്ല ഇന്ത്യയിലും മതകലാപം ഉണ്ടാക്കുവാനായിട്ടും ഇന്ത്യയെ കൺട്രോൾ കൊണ്ടുവരുവാനായിട്ടുമാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ പ്ലാൻ. ഇതെല്ലാം കേട്ട് ദളപതിക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. റോജയെ ദളപതി പിടികൂടിയ വിവരമെല്ലാം ജോൺ അറിയുന്നു. എല്ലാ സത്യവും ദളപതി അറിഞ്ഞു കാണുമെന്ന് പേടിച്ച് CM-നെ തട്ടിക്കൊണ്ടു പോകുവാനായിട്ടും പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കുക. ഇതായിരുന്നു അവരുടെ തീരുമാനം. CM-നെ കടത്തിക്കൊണ്ടു പോവുകയാണ്. പക്ഷേ ഈ CM-ഉം ജോണും തമ്മിൽ മുൻപേ ഒരു ഡീലുണ്ട്. അത് ദളപതിക്ക് അറിയില്ല. പ്രസ് മീറ്റിൽ പറയുന്നതോ CM-നെ കടത്തിയത് മുസ്ലിംസ് ആണെന്ന്. അതോടെ മതകലാപം നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുന്നു. നാട്ടിലെമ്പാടും കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ആരാണോ ഇതിന് പിന്നിലുള്ളത് അവൻ തന്നെ മുന്നിലേക്ക് വന്ന് ഇതിന് കാരണം താനാണെന്നുള്ളത് തുറന്നു പറയണമെന്നും ദളപതി തീരുമാനിക്കുന്നു. അതിന് ജോണിനെ പിടികൂടണം. CM-നെ ജോണും കൂട്ടരും കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണല്ലോ. ദളപതി നേരെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയാണ്. എന്നാൽ അവിടെ ജോൺ തയ്യാറാക്കിയ റോബോട്ടുകളും ഉണ്ടായിരുന്നു. മനുഷ്യർ ഫൈറ്റ് ചെയ്താൽ മാത്രമല്ലേ ഒരു വെടിയുണ്ടയിൽ മനുഷ്യന്റെ കഥ കഴിയൂ. എന്നാൽ റോബോട്ടുകൾ അങ്ങനെയല്ലായിരുന്നല്ലോ. പക്ഷേ റോബോട്ടുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് ദളപതിക്കും കൂട്ടർക്കും മറ്റു പോലീസുകാർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. അതേ സമയമായിരുന്നു ഒളിച്ചിരിക്കുകയായിരുന്ന ഖലീൽ എന്ന സയന്റിസ്റ്റ് അവിടേക്ക് വരുന്നത്. ഖലീലിന് ആ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യുവാനായിട്ടുള്ള വഴി അറിയാം. അങ്ങനെ ഖലീലിന്റെ സഹായത്തോടു കൂടി റോബോട്ടുകളെ കൺട്രോൾ ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ജനങ്ങൾക്കിടയിൽ മതകലാപം നടക്കുകയാണല്ലോ. പക്ഷേ ഒരു സംഭവം കൂടി നടക്കുകയാണ്. പള്ളി പൊളിക്കുവാൻ വേണ്ടിയിട്ട് വരുന്നിടത്ത് കുറച്ച് ഹിന്ദുക്കൾ ചേർന്ന് പള്ളി പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് തടയുന്നു. അമ്പലം പൊളിക്കുവാനായിട്ട് കുറച്ച് പേർ പോകുമ്പോഴോ അവിടെ കുറച്ച് മുസ്ലിംസ് എത്തി അമ്പലം പൊളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതും തടയുന്നു. ജനങ്ങൾക്കിടയിൽ ചെറിയ ഐക്യമുണ്ടാവുകയാണ്. അതോടുകൂടി മറ്റുള്ള ആരോ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ നമ്മളിങ്ങനെ കലാപം ഉണ്ടാക്കുന്നത്. എന്തിനാ നമ്മൾക്കിടയിലുള്ള ഐക്യം ഇങ്ങനെ നഷ്ടമാക്കുന്നതെന്ന് ചിന്തിച്ച് കലാപം അവിടെ അവസാനിപ്പിക്കുന്നു. സത്യത്തിൽ ഇത് ദളപതിയുടെ പ്ലാനാണ്. ദളപതി കുറച്ചുപേരെ റെഡിയാക്കിയിരുന്നു. പള്ളി പൊളിക്കുവാനായിട്ട് ആരെങ്കിലും വരുമ്പോൾ പള്ളി പൊളിക്കാൻ കഴിയില്ല എന്ന് ഹിന്ദുക്കളായിട്ട് അവിടെ ചെന്ന് നിന്ന് സംസാരിക്കണം. അമ്പലം പൊളിക്കുവാനായിട്ട് ആരെങ്കിലും വരുമ്പോഴോ അവിടെ മുസ്ലിമായിട്ട് ചെന്ന് നിന്ന് അമ്പലം പൊളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അത് തടയണം. അത് ദളപതി സെറ്റ് ചെയ്തതായിരുന്നു. അതുപോലെ തന്നെ നടന്നു. ജനങ്ങളുടെ ഇടയിലുള്ള മതകലാപം അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയതും ജോണിന് ആകെ ദേഷ്യം. ഇതിനെല്ലാം പിന്നിൽ ദളപതിയാണെന്നുള്ള കാര്യവും ജോണിന് മനസ്സിലായി.
ഇനി ദളപതിയെ ജീവനോടെ വിട്ടാൽ പറ്റില്ല എന്ന് ചിന്തിച്ച് ജോൺ നേരെ ദളപതിക്കടുത്തേക്ക് എത്തുന്നു. ദളപതിയും ജോണും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. അവസാനം ഫൈറ്റിനൊടുവിൽ ദളപതി ജോണിന്റെ കഥ കഴിക്കുന്നു. അതോടുകൂടി ജനങ്ങളെല്ലാവരും ദളപതിയെ വീണ്ടും തറയിൽ വെക്കാതെ കൊണ്ടു നടക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ നടന്ന ഫൈറ്റിലെല്ലാം ദളപതിക്ക് കൂട്ടായി നിന്നത് വിജയായിരുന്നു. വിജയുടെ പേടിയെല്ലാം മാറി. അവളിപ്പോൾ ധൈര്യമുള്ള പെൺകുട്ടിയായി മാറിയിരിക്കുകയാണ്. നാടിന്റെ ഭരണാധികാരി പോലും ഒരു ക്രിമിനലിന് വേണ്ടി കൂട്ടുനിന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഭരണകൂടം വേണമെങ്കിൽ നല്ലൊരു ഭരണാധികാരി വേണം. അതുകൊണ്ട് സൂക്ഷിച്ച് വോട്ട് ചെയ്യുക എന്ന് ദളപതി പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.